കഴക്കൂട്ടത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം ചട്ടമ്പി സ്വാമി സ്മാരകത്തിൽ എത്തിക്കൊണ്ട് പുഷ്പാർച്ചന നടത്തിയാണ് തുടക്കം തന്നെ. നല്ലൊരു തുടക്കത്തിലൂടെ പത്രിക സമർപ്പിക്കാൻ വേണ്ടിയുള്ള പോക്കിലേക്കാണ്. തീർച്ചയായിട്ടും ഈ മണ്ഡലവും ഈ പ്രദേശവും കേരളത്തിൻ്റെ നവോത്ഥാനത്തിന്, കേരളത്തിലെ ആധ്യാത്മിക ഉണർവിന് ഒക്കെ വിത്തുപാകിയ മഹാത്മാക്കളുടെ ഋഷിവര്യന്മാരുടെ നാടാണ്. ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഒക്കെ ജന്മം കണ്ട് അനുഗ്രഹീതമായതാണ്. അതോടൊപ്പം മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടത്തിൻ്റെ സ്മരണകൾ കൂടിയുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് മഹാത്മാക്കളുടെയും സ്മൃതികൾ ഉറങ്ങുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അനുഗ്രഹം തേടിക്കൊണ്ടാണ് ഞങ്ങളിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള യാത്ര തുടങ്ങുന്നത്. ഈ കഴക്കൂട്ടം എന്ന് പറഞ്ഞാൽ വി എമ്മിന് ശരിക്കും സ്വന്തം നാട് പോലെ തന്നെയാണ്. കാരണം എല്ലാ കാലത്തും കഴക്കൂട്ടത്ത് വളരെ സജീവമായി നിൽക്കുകയാണ്. മാത്രമല്ല മുൻപ് 16 മത്സരിക്കുന്ന സമയത്ത് ഭൂരിപക്ഷം കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ച് വളരെ കുറവായ ഒരു സമയം കൂടിയാണ്. 7000-ഓളം ഭൂരിപക്ഷം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഭൂരിപക്ഷ കുറവിൽ നിന്ന് ഇക്കുറി ഭൂരിപക്ഷം നേടാൻ അങ്ങയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു ആത്മവിശ്വാസത. തീർച്ചയായിട്ടും 10 വർഷക്കാലത്തിനിടയിൽ കരമനയാറ്റിൽ ധാരാളം വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ആ മാറ്റത്തിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും കഴക്കൂട്ടത്ത് ഇവിടെ ഉണ്ടാകും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ശുഭപ്രതീക്ഷ. ആ ശുഭപ്രതീക്ഷയാണ് ഞങ്ങളുടെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഈ നാട് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കുമുള്ളത്. ബി.ജെ.പി സംസ്ഥാനത്തെ ഏറ്റവും അധികം ഈ കുറി ഉയർത്തിയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ശബരിമലയാണ്. ശബരിമലയെ സംബന്ധിച്ച് തന്നെ ഒന്നിലധികം വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സ്വർണ്ണക്കൊള്ള. അതിൽ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി കൂടിയാണ് എതിരാളിയായി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രചാരണം കൂടി ഉണ്ടാവില്ല. ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഏറ്റവും പവിത്രമായിട്ട് കണക്കാക്കുന്ന ഈ ശബരിമല ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലടക്കം കൊള്ളയടിക്കാൻ ഭരണാധികാരികളായിട്ടുള്ള ആളുകൾ ഒരർത്ഥത്തിൽ കൂട്ടുനിന്നു എന്ന് പറയുന്നത്. ആ വേദന അവർ ജനാധിപത്യ സംവിധാനത്തിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം ബാലറ്റ് പേപ്പറിലൂടെയാണ്. അപ്പോൾ അത് ജനങ്ങൾ ആ വേദന ഇത്രയും കാലം കടിച്ചമർത്തി അവർ കാത്തിരിക്കുകയാണ്. ഉചിതമായിട്ടുള്ള സന്ദർഭത്തിൽ അവരാ വേദന പ്രകടിപ്പിക്കും എന്നുള്ളത് നമുക്ക് സംശയമില്ലാത്തൊരു കാര്യമാണ്. മേയർ വി രാജേഷൻ നമുക്ക് പോകുന്നുണ്ട്. ഇക്കുറി കുറച്ചുകൂടി ഭാരിച്ച ഉത്തരവാദിത്തമാണല്ലേ, മറ്റ് തെരഞ്ഞെടുപ്പുകളെ പോലെ അല്ല, ജയിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം കൂടിയുണ്ട് ഒന്നിലധികം സ്ഥാനാർത്ഥികളെ. തീർച്ചയായിട്ടും വളരെ വലിയൊരു രാഷ്ട്രീയ ചരിത്രമായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള ഭരണരംഗത്ത്, രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും പരിചയസമ്പന്നരായിട്ടുള്ള നേതാക്കന്മാരാണ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കുന്നത്. 2 മുൻ കേന്ദ്രമന്ത്രിമാരാണ്. അപ്പോൾ അവർ ജയിച്ച് നിയമസഭയിൽ എത്തുന്നതോടുകൂടി കേരളത്തിൽ പുതിയൊരു ദിശാബോധം കേരള രാഷ്ട്രീയത്തിന് കൈവരും. ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ബി.ജെ.പി എവിടെയായിരിക്കും ഇത്തവണ അക്കൗണ്ട് തുറക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷേ ഇക്കുറി ബി.ജെ.പി അക്കൗണ്ട് തുറക്കലിന് അപ്പുറത്തേക്ക് വലിയൊരു ഭരണമാറ്റത്തിലേക്ക് കൂടിയാണ് ശ്രദ്ധയൂന്നുന്നത് എന്നുള്ളതാണ് പ്രചാരണം കാണുമ്പോൾ മനസ്സിലാകുന്നത്. തീർച്ചയായും ബി.ജെ.പിക്ക് വളരെ ശക്തമായ സാന്നിധ്യമുള്ള ഗവൺമെൻറ് ആയിരിക്കും വരാൻ പോകുന്നത്, കേരളത്തിൽ വരാൻ പോകുന്നത്. ഭരണമാറ്റത്തിൽ നിർണായകമായിരിക്കും. ബി.ജെ.പിയുടെ സ്വാധീനമുള്ള ശക്തമായ സ്വാധീനം പ്രതിഫലിക്കാൻ പോകുന്ന ഗവൺമെൻറ് ആയിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള തീർച്ചയാണ്. ജനങ്ങളതിന് തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കഴക്കൂട്ടം മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി മുരളീധരനും ഒപ്പം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെയുള്ളത്. ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും തന്നെ റോഡ് ഷോയോട് കൂടി തന്നെയാണ്, ശക്തിപ്രകടനമായി തന്നെയാണ് വിവിധ സ്ഥലങ്ങളിലായിക്കൊണ്ട് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.